നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. നമ്മൾ ഈ ക്ലാസ്സിൽ 2023 നവംബർ മാസത്തിലെ കറന്റ് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാനായി പോകുന്നത്. ആദ്യ ഭാഗം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച യുദ്ധവിമാനത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന പ്രവർത്തനം അവസാനിപ്പിച്ച യുദ്ധവിമാനത്തിന്റെ പേരാണ് മിഗ് 21. മിഗ് 21. ആദ്യ പോയിന്റ് ക്ലിയർ ആണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന പ്രവർത്തനം അവസാനിപ്പിച്ച യുദ്ധവിമാനത്തിന്റെ പേരാണ് മിഗ് 21. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഗ് 21 പ്രവർത്തനം അവസാനിപ്പിച്ചു. അതാണ് നമ്മുടെ പോയിന്റ്. അടുത്ത പോയിന്റ്, എന്റെ ഷോ. സിനിമാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്റെ ഷോ. എന്റെ ഷോ അല്ലെ? കേരള സർക്കാർ പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്റെ ഷോ എന്നാണ്. എന്റെ ഷോ. ഓക്കെ, അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വ്യക്തി. അപ്പൊ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ ആര്? ഉത്തരം ഹീരാലാൽ സമരിയ എന്നാണ് പേര്. ഹീരാലാൽ സമരിയ പഠിക്കേണ്ട പേരാണ്. ഹീരാലാൽ സമരിയ എന്നാണ് പേര്. അടുത്ത പോയിന്റ്, അപ്പൊ ഈ പോയിന്റ് പ്രത്യേകം ഓർത്ത് വെച്ചോളാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹീരാലാൽ സമരിയ. അടുത്തത്, ടൈംഡ് ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ ക്രിക്കറ്റ് താരമാര്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈംഡ് ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് ഏഞ്ചലോ മാത്യൂസ്. ടൈംഡ് ഔട്ടിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ ക്രിക്കറ്ററിന്റെ പേരാണ് ഏഞ്ചലോ മാത്യൂസ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് ഏഞ്ചലോ മാത്യൂസ്. അടുത്ത പോയിന്റിലേക്ക് വരാം. വീണ്ടും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അതിന്റെ പേര് സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ്. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കൾ ആര്? സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കൾ പഞ്ചാബ് ആണ്. പഞ്ചാബ് പഠിച്ചു വെച്ചോളൂ. പഞ്ചാബ്. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കൾ പഞ്ചാബ് ആണ്. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കൾ പഞ്ചാബ്. സെറ്റ്. അടുത്തത്, മിഷൻ റെയിൻബോ. ഈ മിഷൻ റെയിൻബോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് കേരള ബാങ്കിന്റെ ഒരു പദ്ധതിയാണ്. 7 മേഖലകളിലും കേരള ബാങ്കുമായി ബന്ധപ്പെട്ട 7 മേഖലകൾ നവീകരിക്കുന്നതിനായിട്ട് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മിഷൻ റെയിൻബോ എന്നാണ് പേര്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് മിഷൻ റെയിൻബോ എന്ന് പറയുന്നത് കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ്. മിഷൻ റെയിൻബോ ഏത് ബാങ്ക് ആരംഭിച്ചു? കേരള ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ്. അടുത്ത പോയിന്റ്, അടുത്തതൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേരാണ് സശ്രദ്ധം. ഇങ്ങനെയുള്ള പദ്ധതികൾ ഒരു പ്രത്യേക പരിഗണന വെച്ച് പഠിച്ചോണം. പദ്ധതിയുടെ പേര് സശ്രദ്ധം. പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതികൾ. സശ്രദ്ധം എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് കേരള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സശ്രദ്ധം. ഒന്നുകൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. കൗമാരക്കാരിലെ ജീവിതശൈലീ രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സശ്രദ്ധം എന്നാണ് പേര്. പദ്ധതി ക്ലിയർ ആണ്, പോയിന്റും ക്ലിയർ ആണ്. അത് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. കേരളത്തിലെ വയോജന സൗഹൃദ നഗരമായി തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? കേരളത്തിലെ വയോജന സൗഹൃദ നഗരം കോഴിക്കോട്. പഠിച്ചോണം, കോഴിക്കോട്. കേരളത്തിലെ വയോജന സൗഹൃദ നഗരം കോഴിക്കോടാണ്. അടുത്തത്, ഏകദിന ക്രിക്കറ്റിൽ
50 സെഞ്ചുറികൾ പൂർത്തിയാക്കിയ, ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ പൂർത്തിയാക്കിയ താരമായിട്ട് ആര് മാറി? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി നമ്മൾ അറിഞ്ഞതാണ്, സച്ചിൻ തെണ്ടുൽക്കറിന്റെ റെക്കോർഡ് മറികടന്നു അല്ലെ. 50 സെഞ്ചുറികൾ, 50 ഏകദിന സെഞ്ചുറികൾ പൂർത്തിയാക്കിയ താരമായിട്ട് ആര് മാറി? വിരാട് കോഹ്ലി മാറി. അടുത്ത പോയിന്റിലേക്ക് വരാം. ഒരു മരണമാണ്. PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം. ഒന്നുകൂടെ ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, കലാ, കായികം, സാഹിത്യം, സംസ്കാരം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആവാം. അതുകൊണ്ട് ഈ പേര് ഓർത്ത് വെച്ചോണം. PK നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. കൂടിയാട്ടം എന്ന അദ്ദേഹത്തിന്റെ കലാമേഖല. കൂടിയാട്ടം. PK നാരായണൻ നമ്പ്യാർ, കൂടിയാട്ടം പ്രത്യേകം ഓർത്തു വെക്കുക. അടുത്ത പോയിന്റ്, ബാലാമണിയമ്മ പുരസ്കാരം. ബാലാമണിയമ്മ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? തോമസ് മാത്യു. തോമസ് മാത്യു. ബാലാമണിയമ്മ പുരസ്കാരം 2023 ലഭിച്ചത് തോമസ് മാത്യുവിനാണ്. ബാലാമണിയമ്മ പുരസ്കാരം. ഇത് കണക്ട് ചെയ്യുന്നതിനായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. തോമ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? തോമ, തോമ, ആട് തോമ അല്ലെ? ആട് തോമ. തോമായ്ക്ക് നല്ല ബലമാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായി? തോമസ് മാത്യു എന്നുള്ളതും ബാലാമണിയമ്മ എന്നുള്ളതും കിട്ടും. ബാലാമണിയമ്മ പുരസ്കാരം തോമസ് മാത്യു എന്നുള്ളത് അവിടെ കിട്ടും. മറ്റു പുരസ്കാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്തതൊരു ചുഴലിക്കാറ്റിന്റെ പേരാണ്. ആ ചുഴലിക്കാറ്റിന്റെ പേരാണ് മിഥിലി. ചുഴലിക്കാറ്റിന്റെ പേര് ശ്രദ്ധിക്കൂ, മിഥിലി എന്നാണ് പേര്. മിഥിലി, ശ്രദ്ധ അവിടെ നിന്ന് മാറിപ്പോയില്ലേ? മിഥിലി. ചുഴലിക്കാറ്റിന്റെ പേര് മിഥിലി എന്നാണ്. ഈ മിഥിലി ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ചതാണ്. മിഥിലി ചുഴലിക്കാറ്റ് എവിടെ വീശിയടിച്ചതാണ്? ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് മിഥിലി. മിഥിലി. ഈ മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം പ്രത്യേകം ഓർത്തോണം, മാലിദ്വീപാണ്. മാലിദ്വീപ്. നോക്കൂ, മിഥിലി. മിഥിലി. മിഥിലി എന്നാണ് പേര്. മാലിദ്വീപ്. മാലിദ്വീപ്. മിഥിലി, മാലിദ്വീപ്. മിഥിലി, മാലിദ്വീപ്. അപ്പൊ മിഥിലി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ബംഗാൾ ഉൾക്കടലിലാണ്. പേര് നൽകിയ രാജ്യം മാലിദ്വീപാണ്. അതവിടെ ഓർത്തോണം. ഇനി അടുത്തത്, മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും സന്ദർശിച്ച് ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു പദ്ധതി നിങ്ങൾക്കറിയാം. ആ പദ്ധതിയുടെ പേരാണ് നവകേരള സദസ്. പദ്ധതിയുടെ പേരാണ് നവകേരള സദസ്. നവകേരള സദസ്. നവകേരള സദസ്. അപ്പൊ നവകേരള സദസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പദ്ധതിയായിരുന്നു നവകേരള സദസ്. അടുത്തത്, കേരള സർക്കാർ ബ്രെയിൽ ലിപി സാക്ഷരതയ്ക്കായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ദീപ്തി. ബ്രെയിൽ ലിപി സാക്ഷരത കൈവരിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് ദീപ്തി. ദീപ്തി. ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി. അത്രയേ ഉള്ളൂ. ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി. സെറ്റാണ്, കുഴപ്പമില്ല. അടുത്ത പോയിന്റ്, ഇനിയുള്ളത് ഒരു പുരസ്കാരമാണ്. സാഹിത്യ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാര തുകയുള്ളത് ഈ പുരസ്കാരത്തിനാണ്. പുരസ്കാരത്തിന്റെ പേര് JCB പുരസ്കാരം. നേരത്തെയും PSC പരീക്ഷകളിൽ JCB പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. JCB പുരസ്കാരം 2023 JCB പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പഠിക്കേണ്ട പേരാണ്. പേര് പെരുമാൾ മുരുകൻ. 2023 JCB പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമാൾ മുരുകൻ. പെരുമാൾ മുരുകൻ. പെരുമാൾ മുരുകന്റെ ഏത് കൃതിക്കാണ് 2023 JCB പുരസ്കാരം ലഭിച്ചത്? അതാണ് ഫയർ ബേർഡ്. ഫയർ ബേർഡ്. ഫയർ ബേർഡ്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാണ്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളുടെ പേരാണ് ജാനകി കണ്ണൻ. ജാനകി കണ്ണൻ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. എന്താണ് പറഞ്ഞത്? JCB പുരസ്കാരം 2023 ലഭിച്ചത് ആർക്ക്? പെരുമാൾ മുരുകൻ. ആ കൃതിയുടെ പേര്, ഇത് ലഭിക്കാൻ കാരണമായ കൃതിയുടെ പേരാണ് ഫയർ ബേർഡ്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്, ഫയർ ബേർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളുടെ പേര് ജാനകി കണ്ണൻ. ഇത്രയും കാര്യങ്ങൾ 2023 JCB പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കണം.
ശരിക്കും ഈ JCB പുരസ്കാരം നൽകി തുടങ്ങുന്നത് 2018 നൽകി തുടങ്ങുന്നത്. 2018, 2019, 2020, 2021, 2022, 2023 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 ആറാമത്തെ JCB പുരസ്കാരമാണ് പെരുമാൾ മുരുകന് ലഭിക്കുന്നത്. ആറാമത്തെ JCB പുരസ്കാരമാണ് പെരുമാൾ മുരുകന് ലഭിക്കുന്നത്. ബാക്കിയുള്ള JCB പുരസ്കാരങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട്? കലാ, കായികം, സാഹിത്യം, സംസ്കാരം. ശ്രദ്ധിക്കൂ, 2022 JCB പുരസ്കാരം ലഭിക്കുന്നത് ഒരു ഉറുദു കവിക്കാണ്. പേര് ഖാലിദ് ജാവേദ്. 2022 JCB പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ്? ഖാലിദ് ജാവേദ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ ദ പാരഡൈസ് ഓഫ് ഫുഡ്. കൃതിയുടെ പേരാണ് ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നാണ് പേര്. ദ പാരഡൈസ് ഓഫ് ഫുഡ്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ബാരൻ ഫറൂഖി എന്നാണ് പേര്. ബാരൻ ഫറൂഖി. ഓക്കെ. 2023 ലഭിച്ചത് പെരുമാൾ മുരുകൻ. ഫയർ ബേഡ് തർജ്ജമ ചെയ്തത് ജാനകി കണ്ണൻ. 2022 ലഭിച്ചത് ഉറുദു കവി, പേര് ഖാലിദ് ജാവേദ്. ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന കൃതി തർജ്ജമ ചെയ്തത് ബാരൻ ഫറൂഖി. 2021 മലയാളിക്കാണ് കിട്ടുന്നത്. 2021 ഒരു മലയാളിക്കാണ് കിട്ടുന്നത്. പേര് M. മുകുന്ദൻ. 2021 കിട്ടുന്ന മലയാളിയുടെ പേര് M. മുകുന്ദൻ. കൃതിയുടെ പേര് ഡൽഹി എ സോളിലോക്കി. ഡൽഹി ഗാഥകൾ എന്നാണ് മലയാളത്തിൽ അതിന്റെ പേര്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിന്റെ പേര് ഡൽഹി എ സോളിലോക്കി. ഡൽഹി എ സോളിലോക്കി. ഇത് തർജ്ജമ ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് 2 പേരാണ്. ഫാത്തിമ EV എന്നാണ് ഒരാളുടെ പേര്. ഫാത്തിമ EV. അടുത്ത ആളുടെ പേര് നന്ദകുമാർ K എന്നാണ്. നന്ദകുമാർ K. ഇവർ 2 പേരോട് ചേർന്നിട്ടാണ് ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതി ഡൽഹി എ സോളിലോക്കി എന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അപ്പൊ 21, 22, 23 സെറ്റ്. 23 പെരുമാൾ മുരുകൻ, 2022 ഉറുദു കവിയായ ഖാലിദ് ജാവേദ്, 21 M. മുകുന്ദൻ. ഓരോന്നും വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. 20 കിട്ടുന്നത് മലയാളിക്ക് തന്നെയാണ് S. ഹരീഷ്. മീസ എന്ന് പറയുന്ന വിവാദമായ നോവൽ അല്ലേ, അറിയാം. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയാണ് ഇത് മൗസ്റ്റേ എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ജയശ്രീ കളത്തിൽ. 19 മാധുരി വിജയ്ക്കാണ് കിട്ടുന്നത്. ദ ഫാർ ഫീൽഡ് എന്ന് പറയുന്ന കൃതിയായിരുന്നു. 19 മാധുരി വിജയ്, ദ ഫാർ ഫീൽഡ്. 18 കിട്ടുന്നത് ആദ്യ ആള്, അതായതുകൊണ്ടൊന്ന് ഓർക്കണം, പേര് ബെന്യാമിൻ. പരിചയമുള്ള ആളാണ് ബെന്യാമിൻ. ആടുജീവിതമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ 2018 കിട്ടുന്നത് ബെന്യാമിനാണ്. അപ്പൊ ആദ്യത്തെ JCB പുരസ്കാരം കിട്ടുന്നത് ഒരു ബെന്യാമിനാണ്, അല്ല ഒരു മലയാളിക്കാണ്. പേരാണെന്ത്? ബെന്യാമിൻ. ബെന്യാമിന്റെ ഏത് കൃതി? ബെന്യാമിന്റെ കൃതിയുടെ പേരാണ് ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന കൃതി. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നാണ് അതിന്റെ മലയാളത്തിലെ പേര്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നാണ് മലയാളത്തിലെ പേര്. ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തപ്പോൾ അതിന്റെ പേര് ജാസ്മിൻ ഡേയ്സ്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളുടെ പേരാണ് ഷഹനാസ് ഹബീബ് എന്നാണ് പേര്. ഇംഗ്ലീഷിലേക്ക് ഇത് തർജ്ജമ ചെയ്ത ആളുടെ പേരാണ് ഷഹനാസ് ഹബീബ്. സോ JCB പുരസ്കാരം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. നമുക്കിനി പറയാനുള്ളത് മിസ് യൂണിവേഴ്സ് 2023. സുന്ദരിമാരെ പരിചയപ്പെടാം. മിസ് യൂണിവേഴ്സ് 2023 ലഭിക്കുന്നത് ഷെന്നീസ് പലാസിയോസ് എന്നാണ് പേര്. ഷെന്നീസ് പലാസിയോസ് കിട്ടിയ പേര്. ഷെന്നീസ് പലാസിയോസ് എന്നാണ് പേര്. നിക്കാരാഗ എന്ന രാജ്യം. നിക്കാരാഗാണ് രാജ്യം. അപ്പൊ പേര് ഓർത്ത് വെച്ചോണം, ഷെന്നീസ് പലാസിയോസ്. 2022 കിട്ടുന്നത് ഒരു അമേരിക്കൻ വനിതയ്ക്കായിരുന്നു. പേര്
ആർബോണി ഗബ്രിയേൽ എന്നായിരുന്നു പേര്. 2022 കിട്ടുന്നത് ആർബോണി ഗബ്രിയേൽ. ആർബോണി ഗബ്രിയേലിനാണ് 2022 കിട്ടുന്നത്. അമേരിക്കൻ വനിതയാണ്. 2021 കിട്ടുന്നത് ഒരു ഇന്ത്യൻ വനിതയ്ക്കാണ്. പേര് ഹർനാസ് സന്ധു എന്നാണ് പേര്. ഹർനാസ് സന്ധു എന്നാണ് പേര്. 2021 കിട്ടുന്നത് ഹർനാസ് സന്ധു. സോ മിസ് യൂണിവേഴ്സ് 3 വർഷവും പറഞ്ഞിട്ടുണ്ട്. 2023 കിട്ടുന്നത് പ്രത്യേകം ഓർത്തോണം. 2023 കിട്ടുന്നത് ഷെന്നീസ് പലാസിയോസ്. 2022 ആർബോണി ഗബ്രിയേൽ, 2021 ഹർനാസ് സന്ധു. അപ്പൊ ഈ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ 2ാമത്തെ ഭാഗത്തിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.